ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് റംബൂട്ടാനാണ്. പിന്നെ പ്ലാവുണ്ട്, മാവുണ്ട്, മംഗോസ്റ്റിനുണ്ട്, നെല്ലി, സാന്തോള്, ലോഗൻ, പിന്നെ പുലാസാൻ, അങ്ങനെയുള്ള എല്ലാതരം ഫ്രൂട്ട്സുകളും ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ജാതി, തെങ്ങ്, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. അച്ചാച്ചെറും ഉണ്ട്, സ്വീറ്റ് ലൂബി ഉണ്ട്, ലൂബിക്ക, ഒരു ഫ്രൂട്ട്സുകൾ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതായിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ളതും ഒരുപാട് തരം ഉണ്ട്. സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇവിടെ മാത്രമാണ് പൂവിട്ട് നിൽക്കണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, ഇവിടെ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് പഴങ്ങളുണ്ട് ഇവിടെ? വിദേശ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ലോഗൻ, നല്ല മധുരമുള്ള പഴമാണ്, ചെറിയ ബ്രൗൺ കളറിലുള്ള നല്ല ഇതാണ്. പിന്നെ സാന്തോളാണിത്. ഓക്കെ, സാന്തോൾ. പിന്നെ അടുത്ത് ഇത് പുലാസാനാണ്. അബിയു കോമൺ ആയിട്ട് പോകുന്ന, നന്നായിട്ട് ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു. ഓക്കെ ഓക്കെ, ഇതിന്റെ തൈകളും ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ഇത് മിറാക്കിൾ ഫ്രൂട്ട്, ബാക്കി ചേട്ടൻ പറയും. ഇതിന്റെ പഴം നമുക്ക് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ കഴിച്ചു നോക്കി കഴിക്കുന്ന സാധനങ്ങളൊക്കെ മധുരമായിരിക്കും. ഞാൻ കഴിക്കുകയാണ്. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ മുള്ളാത്ത, ഇതൊക്കെ കൂടെ പറിക്കാൻ വേണ്ടി പോവാണ്. ഇതേനെ നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായി പഴുത്ത് കിടപ്പുണ്ട്. ചേട്ടൻ നമുക്ക് പറിച്ചു തരാമെന്നാണ് പറഞ്ഞത്. യെസ്, ഇതിൻ്റെ എല്ലാം തൈകൾ ചേട്ടൻ കൊടുക്കുന്നുണ്ട് അല്ലേ? പാകിസ്ഥാനി മൾബറി. ഓ, അതിന്റെ ഇല ഭയങ്കര നല്ല വലിയ ഇലയാണല്ലേ? ഓ ഓ, ഇത് നല്ല മധുരമാണ്. നല്ല മധുര. അത് ശരി, നല്ല മധുര ആണല്ലേ? വലുതുമാണ്. അതിപ്പോ കഴിഞ്ഞു ഇലയിൽ കാണിച്ചു തരാം. ഐസ്ക്രീം ബീനാണ്. ഐസ്ക്രീം ബീൻ. ഇതിപ്പോ വലിയ മരമായി അല്ലേ? ഇത് പൂത്തിട്ടുണ്ട് ഇപ്പൊ. ഓ ഓ ഓ ഓ, മിൽക്ക് ഫ്രൂട്ടിൽ പൂവായിട്ടുണ്ട്. ബുഷ് ഓറഞ്ച്. നമുക്കിവിടെ നിലത്തൊക്കെ താഴേക്ക് വീണ് കിടക്കണ കാണാം ഇവിടെ. ഓറഞ്ചാണ് ശരിക്കും ചായയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലതാ. ഓ ഓ ഓ ഓ, ചായയിലോ? മറ്റേ ലെമൺ ടീ. ലെമൺ ടീ നല്ല ടേസ്റ്റാ. ഓ ഓ ഓ, ബുഷ് ഓറഞ്ച്. ഇതാണ് റൊളേനിയ. നമ്മുടെ നാട്ടിലും പിടിക്കും. അത് ശരി, അത് ശരി, ഇതും പിടിക്കും. ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. ഓ ഓ, റൊളേനിയ. ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അബിയു, റൊളേനിയ. അടുത്തത് ചിക്കു. ചിക്കു. ഇതേതാണ്? മട്ടോവ. മട്ടോവ എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ നാട്ടിൽ പിടിക്കും. ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇതിന്റെ ശരിക്കും ഉറവിടം ഏതാണെന്നറിയോ? വിയറ്റ്നാമും മറ്റേ മലേഷ്യയിലാണ് അതല്ല. പിന്നെ ഇതിന്റെ കായൊക്കെ ഉണ്ട് ചെറുതാണെങ്കിൽ. ഓ, ഇത് കാ പിടിച്ചു തുടങ്ങി അല്ലേ? ഇതേതായിരുന്നു? മക്കോട്ടദേവ. മക്കോട്ടദേവ ഷുഗറിന് ഒത്തിരി നല്ലതാണ്. അത് ശരി, അത് ശരി. ഇത് പഴമായിട്ട് തന്നെ എല്ലാ വെള്ളം നിർപ്പിച്ചു. ഓ, ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പേരൊക്കെ പറിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ചേട്ടൻ്റെ വീട്ടിൽ ഏകദേശം ഞങ്ങളിപ്പോൾ വന്ന് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു
5, 6, 7 വെറൈറ്റി. നാടൻ പേരയ്ക്ക നല്ല ടേസ്റ്റാണ് ചെറുതാണെങ്കിൽ. ഓക്കെ, ഇത് നാടൻ പേരയ്ക്കാണ്. ലോകന്റെ ഒക്കെ വലിയ മരമാണ്. വലിയ മരമല്ലോ. ഓ ഓ ഓ ഓ, ഇത് ലോകന്റെ വലിയ മരമാണ്. ഇത് പൂത്തിട്ടുണ്ടോ? അത് പൂത്തിട്ടില്ല, ചെറിയ മരം പൂത്തിട്ടില്ല. ചെറുതാണ് പൂത്തത്. അപ്പോൾ ഇത് നമ്മുടെ നഴ്സറി ഓൺലൈൻ അഗ്രൂപ്പാണ്. ഇവിടേക്കുള്ള വഴി എങ്ങനെയാണ്? എവിടെ നിന്ന് എങ്ങോട്ടൊക്കെ എങ്ങനെ വന്നാലും ഇവിടെ എത്തിച്ചേരാം? നമുക്ക് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിന്റെ അവിടെ ബൈ റോഡിലേക്ക് കടന്നിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഇളവൂർക്ക് പോണ ഒരു വഴിയുണ്ട്. പുളിയന ഇളവൂർക്ക് പോണ ആ റെയിൽവേ പാലം ഉണ്ട്. റെയിൽവേ പാലത്തിന് തൊട്ടടുത്താണ് ഈ സമയം എന്ന് പറഞ്ഞാൽ ഹൈവേ ഒരു 700 മീറ്റർ വന്നാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ അങ്കമാലി എറണാകുളം ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഇളവൂർ കവലിക്ക് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലത്തിന്റെ പുളിയന റെയിൽവേ ഓവർബ്രിഡ്ജ് അതിനോട് തൊട്ടടുത്താണ് നമ്മുടെ നഴ്സറി. ഇതിലിപ്പോ ചേട്ടന്റെ മുന്നിൽ കുറെ തൈകളുണ്ട്. ഏതൊക്കെ തൈകളാണ് ചേട്ടനോട് വിൽപ്പനയ്ക്ക് ഉള്ളത്? റംബൂട്ടാൻ വിവിധതരം റംബൂട്ടാൻ ഉണ്ട്, പല കളറില്. അത് കൂടാതെ റംബൂട്ടാന്റെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോ റംബൂട്ടാൻ ഇത് ബിഞ്ചായി, ഇത് N18 എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ഓഫ് റംബൂട്ടാനാണ്. ഇത് മഹാലിംഗ. ഓക്കെ, ഇതൊക്കെ റോൺ ഗ്രീൻ. ഓക്കെ, അതുപോലെ എന്തോരം പ്രൈസിനാണ് ചേട്ടൻ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മൾ 200 രൂപ കൊടുക്കുന്നുണ്ട്. വലിപ്പം അനുസരിച്ച് കൂടുതൽ 200 രൂപ മുതൽ ഇതിന്റെ സെയിലാണ്. അതെ. ഇത് കൂടാതെ ഇവിടെ ഇപ്പോ കുറച്ച് പ്ലാവുകളുണ്ട്, അടയ്ക്കാമരമുണ്ട്. അതുകൂടാതെ ചേട്ടന്റെ ഇവിടെ ഇപ്പോ ഈ ഫലവൃക്ഷങ്ങളല്ലാതെ വേറെ ഏതൊക്കെ? അതിപ്പോ മെയിനായിട്ട് ജാതി നമുക്കുണ്ട്. ജാതി, അതുപോലെ ഇപ്പുറത്തേക്ക് നീങ്ങിയാല് ബുഷ് പേപ്പർ ഉണ്ട്. ഇത് വിവിധ അടയ്ക്കാമരങ്ങൾ. ഇത് മലേഷ്യൻ സവർദാൻ എന്ന് പറഞ്ഞ പുതിയൊരു ഇനമാണ്. ഇതിന്റെ പ്രത്യേകത വലിയ അടയ്ക്കായിരിക്കും, വളരെ ചെറുതിൽ തന്നെ ഉണ്ടാവും. ഇത് പുതിയൊരു ഹൈബ്രിഡ് ഇനം രാംഗംഗ എന്ന് പറഞ്ഞ തെങ്ങാണ്. പിന്നെ സാധാരണ WCT എന്ന് പറഞ്ഞ തെങ്ങിനങ്ങളുണ്ട്. പിന്നെ നാടൻ തെങ്ങിനങ്ങളുണ്ട്, കുറ്റ്യാടി, അടയ്ക്കാമരത്തിൽ തന്നെ. പിന്നെ ഇന്റർമംഗള, മോഹിനി, മംഗള, അങ്ങനെ. ഈ അടയ്ക്കാമരങ്ങളുടെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അടയ്ക്കാമരങ്ങള് 30 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 30 രൂപ വലുതിനനുസരിച്ച്? അതെ, വലിപ്പവും ഇതൊക്കെ അനുസരിച്ച് വില കൂടുതൽ. അതെ. ഇതാണ് ഇപ്പൊ ഏറ്റവും നല്ലത്. ഈ മലേഷ്യൻ സവർദാനാണ് ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു ഐറ്റം. മലേഷ്യൻ സവർദാൻ. ഇത് മാവുകളാണ്. നമുക്ക് ചേച്ചി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഏതൊക്കെ വിധം മാവുകളാണ് ചേച്ചി? ഇത് മൂവാണ്ടൻ മാവാണ്. ഇത് 30 രൂപ തുടങ്ങിയുണ്ട് നമ്മുടെ അടുത്ത്. 30 രൂപ മുതൽ മൂവാണ്ടൻ മാവ്. സീറ്റ് ലൂബി ഉണ്ട്. മല്ലിക ഈ മല്ലിക എന്ന് പറഞ്ഞ മാവിന്റെ വെറൈറ്റി? മല്ലികയാണ്. ഇതിന്റെ ചെറിയ സൈസും ഉണ്ട്, വലിയ സൈസും ഉണ്ട്. അത് കുറച്ച് വലിയ മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. പെട്ടെന്ന് കായ്ഫലം തരുന്ന ഒരു ടൈപ്പാണ്. എല്ലാം 3 വർഷം കൊണ്ട് എല്ലാം കായ്ക്കും എന്തായാലും. മൂവാണ്ടൻ ബെഡ്, ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇത് കടുമാങ്ങ ഇടാനൊക്കെ നല്ലതാണ്, ചെറിയ മാങ്ങയാണ്. പിന്നെ നാരകമുണ്ട്. ഇത് ഗംഗാബോണ്ടൻ തെങ്ങുകളാണ്. മലയൻ പച്ച, മലയൻ ഓറഞ്ച്, മഞ്ഞ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഈ തെങ്ങുകളൊക്കെ കുറ്റിയാടി തെങ്ങുകളാണ്. ഇതിന്റെ നല്ല വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്. ഇത് അഗ്ലോണിമയുടെ പല സൈസ് ഉണ്ട് കേട്ടോ, കുറെ കളറുകളുണ്ട്. പിന്നെ എലിഫന്റ് ലീഫ് ആയിട്ടുള്ള
ചെടിയുണ്ട്. ഒക്കെ അഗ്ലോണിമയുടെ വെറൈറ്റികളാണ്. ദുരിയാനുണ്ട്, സാന്തോള്, ഇത് മട്ടോവ, ഇത് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, കപ്പലണ്ടി പോലെ ഇരിക്കും. പിന്നെ ഇത് പ്ലാവ്, പലതരം പ്ലാവുകളുണ്ട്. ഗംലെസ്, സീഡ്ലെസ്, കംബോഡിയൻ ജാക്ക്, റെഡ് ജാക്ക്, പിന്നെ വിയറ്റ്നാം എർലി. ദത്തി, ഇത് ചിക്കൂസ്, ഇത് ചെറി, നെല്ലി, ഇത് സ്ട്രോബെറി പേരയാണ്. ഇത് ഗ്രാമ്പൂ, അച്ചാച്ചെറു, മിറാക്കിൾ ഫ്രൂട്ട്, ലോഗൻ. ഈ ലോഗനാണ് നമ്മളിവിടെ കാഴ്ചയിട്ടുള്ളത്.